കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഷാരി വന്നിട്ട് സരയുവിനോട് പറയണം, മോളെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, എന്താ അമ്മയെന്ന് ചോദിക്കണം. രൂപയുണ്ടല്ലോ, അവള് ചന്ദ്രസേനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്ന ഞാൻ രാഹുലേട്ടൻ ഫോൺ ചെയ്യുന്ന കണ്ടു. രൂപൻ രാഹുലേട്ടനുള്ള സംഭാഷണം ഞാൻ കേട്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരയു ചോദിച്ചു, സത്യമാണോമെന്ന് ചോദിക്കുകയാണ്. അതേ മോളെ, സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. നമ്മൾ പാവം രൂപേനെ ഇത്രയും നാൾ സംശയിച്ചു. നമ്മുടെ അച്ഛൻ എന്താണെന്നും കൊള്ളാം, നിന്റെ അച്ഛൻ. കാരണം അങ്ങേർക്ക് സമനില തെറ്റി എന്നൊക്കെ പറയാൻ ശരി തന്നെയാ. പക്ഷെ അതിന്റെ ഇടയ്ക്കും അങ്ങേര് സേനെ ഇല്ലാതാക്കാനുള്ള പണികൾ നടത്തുന്നുണ്ടായിരുന്നു രൂപയുമായിട്ട് ചേർന്ന്. പക്ഷെ ഇതൊക്കെ നമ്മൾ അറിയാൻ വൈകിയില്ലോ മോളെ എന്ന് പറയാണ്. സരി പറഞ്ഞു, കേട്ടത് സത്യമാണെങ്കിൽ ഒരു നല്ല കാര്യമാണല്ലോ അമ്മയെന്ന് പറയാണ്. ഈ സമയത്താണ് മനോഹർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പം മനോഹർ ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ ഒരു സംസാരം ചോദിക്കണേ? ഞങ്ങൾ ആന്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറയാണ്. പെട്ടെന്ന് ശാരിയുടെ മനസ്സിൽ കൂടെ വന്ന് വിഷുവിന് കയറി ചെന്നപ്പം, രൂപയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴത്തേനും അവിടെ കിരണിനെയും കല്യാണിനെയും എല്ലാവരും ചന്ദ്രസേനെ എല്ലാവരെയും കണ്ടതായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കുറെ സംഭവങ്ങളൊക്കെ ശാരിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നി മറയുവാണ്. പെട്ടെന്ന് പറഞ്ഞു, വിഷുവിനപ്പം നമ്മൾ കണ്ടതൊക്കെ വെറുതെ ആയിരുന്നില്ലേ? രൂപയ്ക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രസേനോട് ഇഷ്ടമൊന്നുമില്ല, പക്ഷെ അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സ്നേഹിച്ച് അയാളെ ഇല്ലാതാക്കാനായിട്ട്. പാവൻ രൂപ എന്തുമാത്രം സംശയിച്ചു. ഇനിയിപ്പോ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പോലും നാണക്കേടാന്ന് പറയാം. അപ്പൊ സതി പറഞ്ഞു, നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല, എനിക്കിപ്പോ ആന്റിനെ കാണാൻ തോന്നും അമ്മയെന്ന് പറയാണ്. അന്നൊരു ശരി, നമുക്ക് പോയാലോ? കാരണം ഇത്രയും ദിവസം അവളോട് ദേഷ്യം കാണിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് എന്ന് ചെയ്യുമ്പോഴത്തേനും അവൾ ഇനിയിപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോന്ന് അറിയാൻ പാടില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സരി പറഞ്ഞേ, അങ്ങനെയൊന്നും ആന്റി ഒരിക്കലും ചെയ്യത്തില്ല, ആന്റിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നോ? പിന്നെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതിന്റെ പേരിലല്ലേ നമ്മൾ ആന്റിനെ അകറ്റി നിർത്തിയത്. ഇനി അതേക്കുറിച്ചൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നേരെ രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ രൂപയുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിയുമ്പോൾ രൂപ ഇറങ്ങിയൊന്ന് വാതിൽ തുറക്കുക. ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോഴത്തേനും രൂപ അങ്ങോട്ട് മുഖം തിരിച്ചു. അല്ല, രണ്ടുപേരും കൂടെ എന്തിനാ വന്നേന്ന് ചോദിക്കുകയാണ്. അല്ല അത് ഞങ്ങള്, എന്താ നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ മാറിയെന്ന് ചോദിക്കുക. അത് രൂപയെ, ഞങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. നീ ആ ചന്ദ്രസേനെ മക്കളെയൊക്കെ സ്നേഹിക്കുന്നതാണിപ്പോ അതങ്ങോട്ട് മാറി. ഇനിയിപ്പോ ഞങ്ങൾ ഓർത്ത് ഇനിയിപ്പോ നീ ആയി, നിന്റെ ഭർത്താവ്, കുഞ്ഞുങ്ങളൊക്കെ ആയി, ഞങ്ങൾ എന്തിനാ വെറുതെ അതിൻ്റെ അകത്ത് തലയിടുന്നേ? അതിനകത്തൊന്നും ഒരു കഥയില്ലെന്ന് പറയാണ്. രൂപയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി എന്തോ ഒരു മനമാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം രാഹുലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കാണോ ഇവരോട്? അതുകൊണ്ടാണോ ഇവരുടെ ഈ സ്നേഹം അഭിനയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? അല്ലയോ ഒരു കാരണവശാലും വരാൻ വഴിയുള്ളതല്ല. പെട്ടെന്ന് രൂപ പറഞ്ഞു, അല്ല എന്റെ പകുതി സ്വത്തുക്കൾ ഞാൻ സോണിക്ക് എഴുതി കൊടുത്തു, ഇനിയിപ്പോ പകുതി സ്വത്തേ ഉള്ളൂ. ഇനിയിപ്പം ആ സ്വത്തുക്കൾ എഴുതി കൊടുത്തതിന്റെ പേരിലല്ലേ നിങ്ങൾ പിണങ്ങിയിരുന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേന് സാരിയോ പറഞ്ഞു, ആന്റിക്ക് അതൊക്കെ വെറുതെ തോന്നുക, അങ്ങനെയൊന്നും ഒരിക്കലില്ല ആന്റി. അല്ലെങ്കിൽ ആന്റിയുടെ സ്വത്ത് മോഹിച്ചല്ല ഞങ്ങൾ ആന്റിനെ സ്നേഹിച്ചത്. ആന്റിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി നേരത്തേക്ക് ആലോചിച്ച, പക്ഷെ എന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടമായിപ്പോയി, അതുകൊണ്ടാ വരായിരുന്നേ. ഈ സ്വത്ത് മോഹിച്ച് സ്നേഹിച്ച ആന്റിയുടെ മക്കളാ അവറ്റകൾ വന്നു കണ്ടില്ലേ പറന്ന്. അതുപോലെയൊന്നും അല്ല ഞാൻ, എനിക്ക് ആന്റിയെ മാത്രം മതി, ആന്റിയുടെ സ്വത്തൊന്നും വേണമെന്ന് പറയാം. രൂപ പറഞ്ഞു, അങ്ങനെയാണേ കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ തന്നെ രാഹുലേന്റെ അവസ്ഥ കണ്ടോ? ആ അവസ്ഥയ്ക്ക് കാരണക്കാരാരാന്ന് ചോദിക്കുകയാണ്. ശാരി പറഞ്ഞു, ആരെയാ കാരണക്കാരായിട്ട്? ഒരു പരിധി വരെ നിന്റെ മക്കളൊക്കെ തന്നെ ആയിരിക്കും. പാവം രാഹുലേട്ടന് ഇപ്പോഴത്തെ അവസ്ഥ നീ പോയി കണ്ടായിരുന്നോ രൂപയെന്ന് ചോദിക്കണം. ഇതേട്ടപ്പോ രൂപ പറഞ്ഞു, ഞാൻ പോയില്ല, എനിക്കൊന്നും പോയി കാണണം. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല രാഹുലേട്ടൻ അങ്ങനെ അസുഖം ഉണ്ടെന്ന്. ആ ചുമ്മാ നിങ്ങൾ കള്ളം പറയുന്നതെന്ന് പറയാം. അല്ല രൂപേ, സത്യമായിട്ട് അയാൾക്ക് അദ്ദേഹത്തിന് ആ അസുഖമുണ്ട്. പെരുമാറ്റമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സമനില തെറ്റിയ പോലെയാ, കൊല്ലാൻ വരെയാ വരുന്ന അറിയാവോ? അതുകൊണ്ടാണ് ഞങ്ങൾ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടേ ആക്കിയെന്ന് പറയണം. ഈ സമയത്ത് രൂപ മനസ്സിച്ചിരിക്കുക, ഇനി അടുത്തത് ഇനിയൊക്കെ അടി കൊണ്ടേ ആക്കുന്നേ, ഇനിയൊക്കെ അനുഭവിക്കാൻ പോകുന്നുള്ളെന്ന്. സരിയെ പറഞ്ഞു, ആന്റി ഇനി ഞങ്ങളോട് ദേഷ്യം കാണിക്കരുത്. ആന്റിയോട് ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല. അതെ, കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഇനി മനുവേട്ടൻ പോകുന്ന കൂട്ടത്തിൽ ആന്റീനെ ഞങ്ങളും കൂടെ കൊണ്ടുപോകും. ആന്റീനെ ഇവിടെ നിർത്തിയിട്ട് പോവില്ല, നമ്മൾ എല്ലാവരും കൂടെ അവിടെ സന്തോഷത്തോടെ പോയി ജീവിക്കുമെന്ന് പറയാണ്. ജോ പറഞ്ഞു, അതേടി സന്തോഷത്തോടു കൂടി എങ്ങോട്ടാ പോണേന്നറിയാം, ഞാനും എൻ്റെ മക്കളും നന്നായിട്ട് ജീവിക്കും, നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഈ സമയത്ത് സരിയോ മനസ്സിൽ പറയാം, നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളുടെ സ്വത്തൊക്കെ അടിച്ചു മാറ്റിയിട്ട് നിങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. സ്വത്തൊക്കെ കിട്ടി പിന്നെ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. പിന്നെ ഇപ്പോഴീ കാണിക്കുന്ന ഡ്രാമയല്ലേ, നിങ്ങൾ എങ്ങനെയായിരുന്നു വല വീശി പിടിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഡ്രാമയല്ലേ എന്ന് സരിയോ മനസ്സിൽ പറയാണ്. അപ്പൊ സരിയുവിനേക്കാളും നല്ല ബുദ്ധിയുള്ള ആളാണ് രൂപ. രൂപയ്ക്ക് അറിയാം ഇപ്പൊ ഈ വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു ഉദ്ദേശമായിട്ടായിരിക്കും, എന്തോ ഒരു കാര്യം സാധിച്ചെടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ വരവാണ്. പിന്നീട് സരി പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോട്ടെ ആന്റി, ആന്റി ഇടയ്ക്ക് അങ്ങോട്ട് വരണമെന്ന് പറയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഞാൻ ആദ്യം പോയിട്ട്
രാഹുലിനെ ഒന്ന് കാണട്ടെ എന്നൊക്കെ രൂപ പറയുന്നുണ്ട്. പിന്നീട് സരയും ശരിയും അങ്ങോട്ട് പോവാണ്. ഈ സമയം രൂപ എന്ത് ചെയ്യുവാണ്, നേരെ കല്യാണിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വഴിക്ക് വെച്ച് കല്യാണിനെ കാണുവാണ്. കല്യാണിനെ കണ്ടു കഴിയുമ്പോൾ രൂപ തന്റെ മനസ്സുള്ള സന്ദേഹങ്ങളൊക്കെ കല്യാണിനോട് പറയാം. മോളെ, എനിക്ക് നല്ല സംശയമുണ്ട്, രാഹുലേട്ടൻ എന്തെങ്കിലും കാര്യം ആ സരുവിനോട് ശാരിയോടും പറഞ്ഞോന്ന്. അതുകൊണ്ടാന്ന് തോന്നുന്നു അവറ്റകൾ എൻ്റെ അടുത്ത് നല്ല സ്നേഹം അഭിനയിച്ച് വന്നെന്ന് പറയാം. അല്ല, ആന്റിയുടെ അടുത്ത് എന്താ വന്ന് പറഞ്ഞേ? പണ്ടത്തെ പോലെ ഒന്നുമല്ല, കുറച്ച് കാലമായിട്ട് അകന്നിരിക്കുമായിരുന്നല്ലോ, ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ആന്റി ആന്റി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താ? എന്തോ പുതിയ പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ അമ്മേ? അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവറ്റകൾ കയറി വരുമ്പോൾ സൂക്ഷിച്ചോ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടങ്ങളാന്ന് പറയാം. രൂപ പറഞ്ഞു, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. എനിക്ക് മോളുടെ കാര്യത്തിൽ ടെൻഷനുള്ളൂ. മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേ അയാളും അയാളുടെ ഭാര്യയും. അതോ ഇപ്പോഴാണെങ്കിൽ അയാള് മെന്റൽ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അയാൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിരിക്കും. അയാൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ പോലും ചോദിക്കാൻ പറ്റില്ല. അയാൾ സമനില തെറ്റി ചെയ്താന്നല്ലേ ഓർക്കുള്ളൂ. പോരാത്തിന് ഇപ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും അയാൾക്കുണ്ട്. അയാൾക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നുള്ള ആ ഒരു കാര്യം മാത്രം മതി രാഹുലാണ് എന്ത് കൃത്യം നിർവഹിച്ചാലും രക്ഷോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ഇനി മോള് സൂക്ഷിക്കണമെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു, എനിക്ക് എന്നെ സൂക്ഷിക്കാൻ അറിയാമേ, പക്ഷെ എനിക്ക് അമ്മയുടെ അച്ഛനും കാര്യത്തിലൊക്കെ ടെൻഷനുള്ളൂ. നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഈ സമയം രൂപ പറഞ്ഞു, മോളെ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഇനി എന്തേലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ ചോരയാന്ന് നോക്കില്ല, അങ്ങ് ഇല്ലാതാക്കിയിട്ട് അങ്ങ് പോകത്തുള്ളൂ. വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാലോ. ഇവന്റെയൊക്കെ കാല് തിരുമ്പി കിടക്കുന്നേക്കാളും ഭേദം. അല്ലെങ്കിലും ഇവനെ പോലുള്ളവന്മാരെയൊക്കെ നേരത്തെ കൊല്ലേണ്ടതാ. ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ലെന്ന് പറയാം. കല്യാണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമേ, അമ്മ സൂക്ഷിച്ചും കൂടെ നടക്കണം കേട്ടോ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അമ്മ ധൈര്യമായിട്ട് പോകാനും പറഞ്ഞുകൊണ്ട് കല്യാണി വീട്ടിലേക്ക് പോരുവാണ്. അങ്ങനെ കല്യാണി വീട്ടിലേക്ക് വന്ന് കയറിയ സമയത്താണ് അങ്ങോട്ട് സരയു വരുന്നത്. അപ്പൊ സരയുവിനെ കണ്ടതും കല്യാണിക്ക് എന്തോ തന്ത്രമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സരയു വന്നിട്ട് പറഞ്ഞു, കല്യാണി എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയാം. എന്തായിരിക്കും പോലും ഇങ്ങോട്ട് വന്നേ? എന്തോ പുതിയ തന്ത്രമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അല്ല നീ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറയണ. കല്യാണി എന്നോട് ദേഷ്യമൊന്നും കാണിക്കരുത്. പഴയ ദേഷ്യമൊന്നും മനസ്സിൽ വെച്ചോണ്ട് പെരുമാറില്ല. ഞാൻ വന്ന് എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഇപ്പം അറിയാലോ. അച്ഛൻ മെന്റൽ ഹോസ്പിറ്റലാന്ന് പറയാം. അത് ഞങ്ങൾ അറിഞ്ഞു. ഇനി അതേ അവസ്ഥ തന്നെ ആയിരിക്കും നിനക്കൊക്കെ വരാൻ പോകുന്നത്. അങ്ങേര് ചെയ്ത പാപം അതിന്റെ ശിക്ഷ അങ്ങേർക്ക് കിട്ടിയേക്കെന്ന് പറയാണ്. കല്യാണി അങ്ങനെ പറയരുത്. നിനക്കറിയാലോ ഞാൻ എൻ്റെ ആന്റിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഒരു നിമിഷം ആന്റി ഇവിടെ വന്ന് നിങ്ങളോട് എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. നീ എന്നോട് ദേഷ്യമൊന്നും കാണിക്കരുതെന്ന് പറയാണ്. ഈ സമയത്ത് കിരൺ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. അല്ലേ, എല്ലാവരും എല്ലാം ഉണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അല്ല കിരണേ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് നിനക്ക്. അത് പറയാൻ വേണ്ടി ഞാൻ വന്നാ. നിന്നോട് ദേഷ്യം തോന്നാനോ? നീ അതുപോലത്തെ അല്ല മുതലാണല്ലോ നീ. അല്ല, നീ നിന്റെ അമ്മയ്ക്ക് എന്താ കാണിച്ചേ? ഞങ്ങളിവിടെ സന്തോഷകരമായി ജീവിച്ചെന്ന് കണ്ടപ്പോൾ തൊട്ടടുത്ത് വന്നൊരു വീട് എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്കിട്ട് പാര പണിയാൻ തുടങ്ങി. എന്തൊക്കെയായിരുന്നു ജല്ലിക്കൂടെ നോട്ടം. ഇപ്പം എല്ലാം തീർന്നോന്ന് ചോദിക്കണം. അതൊക്കെ അങ്ങനത്തെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാ കിരണേ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറയണം. ഓ, കുമ്പസാരമായിരിക്കില്ലേന്ന് ചോദിക്കുകയാണ്. അതൊക്കെ പോട്ടെ, ഇപ്പൊ നീ വന്നതിന്റെ ഉദ്ദേശം എന്താ? ആ ഉദ്ദേശം പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പൊക്കോളാൻ പറയണം. അതെ, ഞാൻ നിങ്ങളെ ഒന്ന് ഒരു ഡിന്നറിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വന്നു. ഡിന്നറിന് ക്ഷണിക്കണോ? അതെന്തിനാ? അല്ല, നിനക്ക് മാത്രമല്ല, സോണിക്കും ആൽബിക്കും അവരെല്ലാരും കൂടെ വിളിച്ചിട്ട് നിനക്ക് ഒരു സദ്യ തടഞ്ഞ് എൻ്റെ മനസ്സിലാഗ്രഹം. ഞാൻ ഇത്രയും കാലം ചെയ്തു പോയ തെറ്റിനൊക്കെ ഒരു പ്രായച്ചിത്തമായിട്ട്. ആഹാ, കൊള്ളാലോ, അത് നല്ല കാര്യമുള്ളൂ എന്ന് കിരൺ പറയണം. അല്ല, എന്നാ നിങ്ങൾ ഈ സദ്യ തരുന്നേ? അല്ല, നിങ്ങൾ എപ്പം വേണമെന്ന് പറഞ്ഞാൽ മതി. നിനക്ക് സൗകര്യമുള്ള എപ്പോഴാണ് പറഞ്ഞാൽ മതി. നിനക്ക് വേണ്ടി ഞാനൊരു സദ്യ ഒരുക്കാളെന്ന് പറയണം. കിരൺ പറഞ്ഞു, അത് ശരി, അതൊക്കെ മനസ്സിലായി. പക്ഷെ സദ്യക്കകത്ത് എപ്പോഴാണ് വിഷം കലർത്തുന്നത്? എല്ലാവരും ഒരുമിച്ച് തട്ടാനുള്ള പരിപാടിയല്ലേന്ന് ചോദിക്കുകയാണ്. കല്യാണം ശരിയാ കിരണേട്ടാ, ഇവളിതല്ല ഇതിലപ്പുറത്തും പരിപാടി ചെയ്യും. നമുക്കറിയാലോ ഓരോ തവണ ഇവളുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് കുതന്ത്രങ്ങളെ നമ്മൾ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്തേന്ന്. ഇനിയിപ്പോൾ ആ പ്ലാനുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുമെന്ന് പറയാണ്. അതെ കല്യാണി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. അതുകൊണ്ട് സദ്യക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എൻ്റെയൊക്കെ അടുത്ത് ഈ ദേഷ്യഭാവം ഒന്നും കാണിക്കരുത് പറയാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ വിട്ടാരാ? നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ ബഹാസുരനാണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറയരുത് കല്യാണി, അച്ഛൻ ഹോസ്പിറ്റലാന്നുള്ള കാര്യം അറിയാലോ. ഹോസ്പിറ്റല് ഇന്നോ നാളെ അങ്ങേര് പുറത്തിറങ്ങുമല്ലേ. പുറത്തിറങ്ങിയാൽ പിന്നെ അയാളുടെ ചിന്ത ഞങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള. അയാളുടെ മോളല്ല നീ. ഒട്ടും മോശം വഴിയില്ലാന്നറിയാം. അതുകൊണ്ട് നിൽക്കാതെ എത്രയും വേണ്ട സ്ഥലം കാലിയാക്കാൻ പറയാണ്. അല്ല, സ്ഥലം കാലിയാക്കാൻ എന്ന് പറയാണ് കിരണ. അത് എന്നോട് ഇനി ദേഷ്യവും തോന്നരുത്. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് സരയും കൊണ്ട് ഇറങ്ങി പോവാണ്.
അപ്പൊ കല്യാണം പറഞ്ഞു എന്തോ പുതിയ പ്ലാനുമായിട്ടാണല്ലോ കിരണായിട്ടാ വന്നേ, സൂക്ഷിക്കണം, ഇവള് വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും നടക്കുമെന്ന് പറയണേ. ഈ സമയം സരിവ് മനസ്സിൽ പറഞ്ഞിട്ട് പോവാ, നിനക്കിട്ടൊക്കെ വെച്ചിട്ടുണ്ടേ, നിനക്കിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സരിവ് ഇങ്ങോട്ട് ഇറങ്ങി പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.